ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. അപ്പൊ ഈ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ കടക്കുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട് അല്ലെ. അപ്പോ ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെ, ഓർഗാനിക് കോമ്പൗണ്ടിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്ന ആളാണ് ആര്? കാർബൺ. ഓക്കെ, കാർബൺ ആണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ് അല്ലെ. അപ്പൊ അത് നമ്മൾ എങ്ങനെ എഴുതും? 2 4 എന്ന് എഴുതും അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്ക്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു കാർബൺ എന്ന് പറയുന്ന ആൾക്ക് സ്റ്റേബിൾ ആവണമെങ്കിൽ അല്ലെ, ഈ ഒരു കാർബൺ എന്ന് പറയുന്ന ഒരാൾ, കാർബൺ അല്ല വേറെ ആരും ആയിക്കോട്ടെ, സ്റ്റേബിൾ ആവണമെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് അല്ലെ, ഏറ്റവും അറ്റത്തെ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം? 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം അല്ലെ. പക്ഷെ കാർബണിനെ നിങ്ങൾ നോക്ക്, കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയുള്ളത്? 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ കാർബൺ എന്താണ്? 4 ഇലക്ട്രോണിനെ വാങ്ങാം അല്ലെ, അല്ലെങ്കിൽ എന്താ 4 ഇലക്ട്രോണിനെ കൊടുക്കാം. പക്ഷെ 4 ഇലക്ട്രോണിനെ കൊടുത്തിട്ട് 2 ആവാന്ന് പറയുന്നതും അല്ലെ 4 ഇലക്ട്രോണിനെ വാങ്ങാന്ന് പറയുന്നതും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മളുടെ ഈ കാർബൺ എന്താണ് ചെയ്യുക? നമ്മളുടെ ഈ കാർബൺ ചെയ്യുന്ന ഒരു കാര്യമാണ് ഷെയറിങ്. എന്താണ്? ഷെയറിങ്. കാർബൺ എന്താണ്? ബാക്കിയുള്ള എലമെന്റ്സുമായിട്ട് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. അപ്പൊ കാർബണിന് 2 4 ആണ് അല്ലെ. അപ്പൊ കാർബണിന്റെ വാലൻസി അല്ലെ, കാർബണിന്റെ വാലൻസി എത്രയായിരിക്കും? 4 ആയിരിക്കും അല്ലെ. 4 കൊടുക്കുകയോ അല്ലെ 4 വാങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ കാർബണിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും. പക്ഷെ കാർബൺ കൊടുക്കുകയോ വാങ്ങുകയോ അല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ഷെയർ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ കാർബൺ അല്ലെ, ഈ കാർബൺ കൂടുതലായിട്ടും ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ഹൈഡ്രജൻ ആയിട്ടാണ്. ഹൈഡ്രജൻ ആയിട്ടാണ്. പക്ഷെ ഹൈഡ്രജൻ കൂടി മാത്രമല്ല, പിന്നെ ഏതിൻ്റെ കൂടി ഒക്കെ ഉണ്ട്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അങ്ങനെയുള്ള കുറെ ആൾക്കാരുമായിട്ട് കാർബൺ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. അപ്പൊ ഈ കാർബൺ മെയിൻ ആയിട്ടും മാക്സിമം അല്ലെ, മാക്സിമം കോമ്പൗണ്ട്സ് ഫോം ചെയ്തത് എന്തുമായിട്ടാണ്? ഹൈഡ്രജനുമായിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ കാർബണും ഹൈഡ്രജനും ഒരുമിച്ച് വരുമ്പോൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈഡ്രോ കാർബൺസ്. എന്താണ്? ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രജനും ഉണ്ട്, കാർബണും ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളെ, കാർബണിനെ ഞാൻ വരക്കാൻ പോവാണ്. കാർബൺ അല്ലെ, എത്ര വാലൻസി ആണുള്ളത്? 4 വാലൻസി ആണുള്ളത്. അപ്പൊ 2 4 ആണ് നമ്മളുടെ കാർബണിന്റെ. അടുത്ത നമ്മളുടെ ഹൈഡ്രജൻ എടുക്കാന്ന് വിചാരിക്കുക. ഹൈഡ്രജൻ എത്രയാ? 1 ആണുള്ളൂ അല്ലെ. ഹൈഡ്രജന് 1 ഇലക്ട്രോൺ ആണ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ നോക്ക്, ഹൈഡ്രജന് 1 ഉള്ളൂ. അപ്പൊ ഈ ഔട്ടർ മോസ്റ്റില് 2 8 അങ്ങനെയല്ലേ ആവേണ്ടത്. അപ്പോ അറ്റ്ലീസ്റ്റ് ഒന്നിനെയും കൂടി കിട്ടിക്കഴിഞ്ഞാല് ഈ ഹൈഡ്രജനും എന്താവാൻ പറ്റും? സ്റ്റേബിൾ ആവാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഒന്നിനെയും കൂടി കിട്ടുക എവിടെ നിന്നായിരിക്കും? നമ്മളുടെ കാർബണുമായിട്ട് ഷെയർ ആക്കിയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഹൈഡ്രജൻ വെച്ച്, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഹൈഡ്രജന് 1 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. ഇവിടെയും ഒന്നുണ്ട്, ഇവിടെയും ഒന്നുണ്ട്, ഇവിടെയും ഒന്നുണ്ട്. കാർബൺ ഓൾറെഡി എത്ര ഉണ്ട് ഔട്ടർ മോസ്റ്റില്? കാർബൺ ഓൾറെഡി 1 2 3 4 അല്ലെ. കാർബൺ ഓൾറെഡി 4 ഉണ്ട് അല്ലെ. പിന്നെ ഹൈഡ്രജനും കൂടി വന്നപ്പോ നോക്ക്, കാർബൺ എത്രയായി? 1 2 3 4 5 6 7 8. അങ്ങനെ കാർബൺ എന്തായി? സ്റ്റേബിൾ ആയി. ഇനി നിങ്ങൾ ഹൈഡ്രജനെ നോക്കുക. ഹൈഡ്രജന് ആകെ 1 ഇലക്ട്രോൺ ആയിരുന്നുള്ളൂ അല്ലെ. അപ്പോൾ കാർബണുമായിട്ട് എന്ത് ചെയ്ത്? ഷെയർ ചെയ്തപ്പോൾ ഈ ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺസ് ആയി? 1 2 അല്ലെ. അപ്പൊ ഇത് എന്തായി? സ്റ്റേബിൾ ആയി അല്ലെ. ഇവിടെയും എന്താ? ഹൈഡ്രജന് 1 2, ഇവിടെയും സ്റ്റേബിൾ ആയി, ഇവിടെയും സ്റ്റേബിൾ ആയി, ഇവിടെയും സ്റ്റേബിൾ ആയി. അപ്പോ ഇങ്ങനെ ഷെയറിങ് അല്ലെ, ഇങ്ങനെ കാർബൺ ഹൈഡ്രജൻ ആയിട്ട് എന്തിനെ ഷെയർ ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസിന് ഷെയർ ചെയ്തിട്ടാണ് സ്റ്റേബിൾ ആവുന്നത്. ഹൈഡ്രജൻ്റെ കൂടി മാത്രമല്ല, ഓക്സിജൻ്റെ കൂടിയും നൈട്രജൻ്റെ കൂടിയും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കാർബണും ഹൈഡ്രജനും ഒരുമിച്ച് വരുന്നതിനാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയാം. ഇനി നേരെ മറിച്ച് കാർബൺ നൈട്രജൻ്റെ കൂടി അല്ലെ കാർബൺ ഓക്സിജൻ്റെ കൂടി എല്ലാത്തിൻ്റെ കൂടി ഫോം ചെയ്യും അല്ലെ. അങ്ങനെ ഈ കാർബൺ ഓരോരോ കോമ്പൗണ്ട്സും ആയിട്ട് അല്ലെ, സോ ഓരോരോ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അതാണ് എന്തെന്ന്? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പോൾ കാർബണിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്, ഇപ്പൊ ഞാൻ വെറുതെ കാർബൺ ഇങ്ങനെ വരച്ചു വെച്ചു. ഓക്കെ, ഇവിടെ ഇപ്പൊ എത്ര കാർബണ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും?
1 2 3 4 അല്ലെ? അപ്പൊ ഈ ഒരു ചെയിൻ അല്ലെ, ഇതിനെ എന്തായിരുന്നു നമ്മൾ വിളിച്ചിട്ടുള്ളത്? സ്ട്രേറ്റ് ചെയിൻ എന്നായിരുന്നു വിളിച്ചിട്ടുള്ളത്. കാരണം ഇത് നേരെ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇനിയിപ്പോ ഈ കാർബൺ ഇട്ടുണ്ടോ, ഈ കാർബൺ ഇട്ടുണ്ടോ, ഈ കാർബൺ ഇട്ടുണ്ടോ, ഈ കാർബൺ ഇട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ 8 ആക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 അല്ലെ? അപ്പൊ ഇത് 4 ആയി. അപ്പൊ ഇവിടെ എന്താക്കണം? ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, മേലെ ഒന്ന്, താഴെ ഒന്ന്. ഇവിടെയോ ഇവിടെയും ഇങ്ങനെ, ഇവിടെയോ ഇങ്ങനെ, ഇങ്ങനെ, ഇങ്ങനെ അല്ലെ? അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ആരെ വെച്ച് ഫില്ല് ചെയ്യും? ഹൈഡ്രജനെ വെച്ച് ഫില്ല് ചെയ്യും, ഹൈഡ്രജനെ വെച്ച് ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി നോക്കേ, ഈ കാർബണിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഒരു വര ഇട്ടിട്ടുണ്ട് അല്ലെ? ഇതെന്താണ്? ബോണ്ടുകളാണ് അല്ലെ? ഇവിടെയൊക്കെ നിങ്ങൾക്ക് വര കാണാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ എന്താ? ഒരു വര മാത്രം അല്ലെ? രണ്ട് കാർബണിന്റെ ഇടയിൽ ഒരു വര, രണ്ട് കാർബണിന്റെ ഇടയിൽ ഒരു വര അല്ലെ? ഇങ്ങനെ ഒരു വര ഇട്ട് പോകുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുക? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെ? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. കാരണം എന്താ? ഇവിടെ ഒരു വരയേ ഉള്ളൂ. ഈ ഒരു വരേനെ വിളിക്കുന്ന പേരെന്താണ്? സിംഗിൾ ബോണ്ട്. എന്താണ്? സിംഗിൾ ബോണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെ കാർബൺസ് തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെ, ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന നമ്മൾ ബോണ്ട് കൊണ്ടാണ്. ആ ബോണ്ട് ഒറ്റ വരയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾ ബോണ്ട് അല്ലെ? ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ഓക്കെ, ഇനി ഞാൻ വേറൊന്ന് വരയ്ക്കാം. ഇവിടെ ഒരു കാർബൺ, രണ്ട് ഇങ്ങനെ. അപ്പൊ ഇവിടെ എത്ര ഫില്ല് ചെയ്യേണ്ടി വരും? ഞാൻ ഇവിടെ 4 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന് അല്ലെ? ഇവിടെയും ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ അല്ലെ? 1 2 3 4, 1 2 3 4 അല്ലെ? അപ്പൊ ഇവിടെയും 4 ആയി, ഇവിടെയും 4 ആയി. 4 മീൻസ് ബോണ്ട്. ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടുത്തെ കാർബണിന്റെ ഇടയിൽ എത്ര ബോണ്ടാണ് ഉള്ളത്? 2 ബോണ്ടാണ് ഉള്ളത് അല്ലെ? 2 ബോണ്ടാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ടിന്റെ ഈ ഒരു അല്ലെ, സിംഗിൾ ബോണ്ട് അല്ല, ഡബിൾ ബോണ്ട് ആണ്. ഇനി അടുത്തതാണ് 3 വരയും ഒരു ഇവിടെ ഒരു സി. അങ്ങനെയാണ് ഇവിടെ എന്താ? ഇവിടെ ഒരു എച്ച് വേണം അല്ലെ? ഇവിടെയും ഒരു എച്ച് വേണം. അപ്പൊ ഇവിടെ 3ഉം 1ഉം 4, ഇവിടെ 3ഉം 1ഉം 4 ആയി അല്ലെ? 4 വാലൻസി കംപ്ലീറ്റ് ആയല്ലോ കാർബൺ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ 2 3 4, 4 വാലൻസി കംപ്ലീറ്റ് ആയി. 1 2 3 4 അല്ലെ? അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 3 ഉണ്ട് അല്ലെ? ഇവിടെ 3 ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ്? 3 ബോണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, ഒരു ബോണ്ട് ആണെങ്കിൽ അത് സിംഗിൾ ബോണ്ട് ആണ്. 2 ബോണ്ടോ അല്ലെ 3 ബോണ്ടോ ഉണ്ടെങ്കിൽ അത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ആണ്. സിംഗിൾ ബോണ്ടിനെ നമ്മൾ വിളിച്ചിട്ടുള്ള പേരെന്താണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ഇപ്പൊ ഇവിടെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. ഒരു ബോണ്ട് ആണെങ്കിൽ സാച്ചുറേറ്റഡ്, 2ഉം 3ഉം ബോണ്ട് ആണെങ്കിൽ എന്താണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? ഞാൻ ഈ ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. അതിനെ കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഒരു കാർബൺ ആണ് ഉള്ളതെങ്കിൽ, ദാ ഇങ്ങനെ ഒരു കാർബണും ബാക്കി ഹൈഡ്രജനും ഉള്ളതെങ്കിൽ നമ്മൾ വിളിക്കുന്ന അല്ലെ വേർഡ് റൂട്ട് എന്താണ്? മെത്താണ് അല്ലെ? 2 കാർബൺ ആണെങ്കിലോ എത്ത് എന്ന് വിളിക്കും അല്ലെ? വേർഡ് റൂട്ട് എത്ത്. 3 കാർബൺ ആണെങ്കിലോ പ്രൊപ്പ് അല്ലെ? 4 കാർബൺ ആണെങ്കിലോ ബ്യൂട്ട്. 5 കാർബൺ ആണെങ്കിലോ പെന്റ് അല്ലെ? 6 കാർബൺ ആണെങ്കിലോ ഹെക്സ് അല്ലെ? അങ്ങനെ അങ്ങനെ പോകും. ഒരു കാർബൺ ആണ് മെത്ത് എന്നാണ് വേർഡ് റൂട്ട്, 2 കാർബൺ ആണ് എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ് എന്ന് വരും. ഇനി നിങ്ങൾ നോക്കേ, ഞാൻ പറഞ്ഞ് ഒരു ബോണ്ട് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് വൺ ബോണ്ട്. ഒരു ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ആണ് അല്ലെ? സിംഗിൾ ബോണ്ട്. ഈ ഒരു ബോണ്ട് അല്ലെ, ഈ ഒരു ബോണ്ടിന്റെ വിളിക്കുന്നതാണ് എന്ത്? ആൽക്കെയിൻ. എന്താണ്? ആൽക്കെയിൻ. ഒരു സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഈ വേർഡ് റൂട്ട് കഴിഞ്ഞ് നമ്മൾ ചേർക്കേണ്ടതാണ് എയിൻ ആണ്. എന്താണ്? എയിൻ. എങ്ങനെ വരും? മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെന്റെയിൻ, ഹെക്സെയിൻ, ഹെപ്റ്റെയിൻ, ഒക്ടെയിൻ, നണ്ണെയിൻ, അങ്ങനെയൊക്കെ വരും. ഓക്കെ, ഇനിയിപ്പോ ഡബിൾ ബോണ്ടോ അല്ലെ ട്രിപ്പിൾ ബോണ്ടോ ആണെങ്കിൽ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈന്ന് കൂട്ടും. ഈന്ന് കൂട്ടുമ്പോ ഇത് എന്താവും? മെത്തീൻ അല്ലെ? ഇതോ ഈത്തീൻ, ഇതോ പ്രൊപ്പീൻ, ഇതോ ബ്യൂട്ടീൻ, ഇതോ പെന്റീൻ, ഇതോ ഹെക്സീൻ ആവും അല്ലെ? ഇനി ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ YNE എന്നാണ് ചേർക്കുക.
അപ്പൊ ഇത് എന്താവും? മെഥൈൽ അല്ലെ, ഇഥൈൽ, ഇതോ പ്രൊപ്പൈൽ, ഇതോ ബ്യൂട്ടൈൽ, ഇതോ പെന്റൈൽ, ഇതോ ഹെക്സൈൻ ആവും. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് ഞാൻ ഒന്നും കൂടി പറയാം. കാർബണിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ 4 ഇലക്ട്രോൺസിന് കൂടി വേണം. അങ്ങനെ കാർബൺസ് ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും ഒക്കെ ആയിട്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിനാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയാം. കാർബൺ ഇപ്പോൾ ഹൈഡ്രജനോട് കൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഒന്ന് ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ അതാണ് ഹൈഡ്രോ കാർബൺസ്. എന്താണ്? ഹൈഡ്രോ കാർബൺസ് ആണ്. സിംഗിൾ ബോണ്ടും ഉണ്ട്, ഡബിൾ ബോണ്ടും ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഇതൊക്കെ എന്താണ്? ആൽക്കെയിൻസ് ആണ്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ ആണ്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻ ആണ്. ആൽക്കൈൻ ആണ്. ഒരു കാർബൺ ആണെങ്കിൽ മെത്ത് എന്നുള്ള വേർഡ് റൂട്ട്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, പിന്നെ ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, അങ്ങനെ അങ്ങനെ പോകും അല്ലെ. ആൽക്കീന്, ആൽക്കീന്, ആൽക്കൈന് അല്ലെ. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സാച്ചുറേറ്റഡ്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അൺസാച്ചുറേറ്റഡ്. സിംഗിൾ ബോണ്ടിന്റെ വേർഡ് റൂട്ടിന് ശേഷം ആൽക്കെയിൻ എന്ന് ചേർക്കും. വേർഡ് റൂട്ടിന് ശേഷം എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഡബിൾ ബോണ്ട് ആണ്. Y എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രിപ്പിൾ ബോണ്ട് ആണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനിയാണ് നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുന്നത്, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. അപ്പൊ ഇവിടെ ഒരു കുട്ടിയുണ്ട്. ഓൾദോ ദ മോളിക്കുലർ ഫോർമുല ഓഫ് മോഡൽസ് ഓഫ് ദീസ് ടു കോമ്പൗണ്ട്സ് മെയ്ഡ് ബൈ us ആർ ദ സെയിം, ദ സ്ട്രക്ചറൽ ഫോർമുല ആർ ഡിഫറെന്റ്, റൈറ്റ്. അപ്പൊ ഈ ഒരു കുട്ടി എന്തോ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടിയോ, then their names too will be different. ഈ ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ 2 ഓർഗാനിക് കോമ്പൗണ്ട് നോക്ക്. ഈ 2 ഓർഗാനിക് കോമ്പൗണ്ടിലും ഈ വലുത് കാണുന്ന എന്തൊക്കെയായിരിക്കും? കാർബൺ ആയിരിക്കും അല്ലെ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഇവിടെ 4 കാർബൺ ഉണ്ട്. ഇവിടെയോ ഈ പെൺകുട്ടി ഉണ്ടാക്കിയെടുത്തിലും 4 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യും. 1 2 3 4 5 6 7 8 9 10 അല്ലെ. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 10 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എണ്ണി നോക്ക്. 1 2 3 4 5 6 7 8 9 10. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെയും 10 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ ഒരു കോമ്പൗണ്ടിന്റെയും ഈ പെൺകുട്ടി ഉണ്ടാക്കിയ കോമ്പൗണ്ടിന്റെയും എന്താണ് ഫോർമുല അല്ലെ, മോളിക്കുലാർ ഫോർമുല എന്താണ്? സെയിം തന്നെയാണ് അല്ലെ. 4CH10 അല്ലെ. 4 കാർബണും 10 ഹൈഡ്രജനും തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ നോക്ക്, ഈ 2 കോമ്പൗണ്ടിനെയും കാണാൻ ഒരുപോലെയാണോ ഉള്ളത്? അല്ല അല്ലെ. 2 കോമ്പൗണ്ടിനും കാണാൻ എന്തുണ്ട്? വ്യത്യാസം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിക്കോ, സെവറൽ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഓഫ് ഡെയിലി ലൈഫ് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ നമ്മൾ ഡെയിലി ലൈഫിൽ പല പല സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതൊക്കെ ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. ബില്യൺസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഹാവ് ഓൾറെഡി ബീൻ ഡിസ്കവേർഡ് അല്ലെ. ബില്യൺസ് ഓഫ് കാർബൺ കോമ്പൗണ്ട് ബില്യൺസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ആണ് ഇതുവരെ ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. We know that the astonishing count of compounds, their peculiarities and possibilities have led to the formation of the specific branch of chemistry called organic chemistry. അപ്പൊ ഈ കാർബണിന്റെ അല്ലെ ഓരോരോ കോമ്പൗണ്ട്സും അതിന്റെ പെക്യുലാരിറ്റീസും പോസിബിലിറ്റീസ് ഒക്കെ എന്തിലേക്ക് നയിച്ചിട്ടുണ്ട്? നമ്മളുടെ കെമിസ്ട്രിക്ക് പുതിയൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. എന്താണത്? ഓർഗാനിക് കെമിസ്ട്രി. You have already learned about an important class of organic compounds, the hydrocarbons and their varieties, the structure, IUPAC rules of nomenclature, etc. So 9th നിങ്ങൾ എന്താണ് പലതരം ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഹൈഡ്രോകാർബൺസ്, അതിന്റെ വെറൈറ്റീസ്, അതിന്റെ സ്ട്രക്ചർ, IUPAC നെയിം ഇടുന്നത് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. The world of substances formed when carbon combines with elements like hydrogen, oxygen, nitrogen and few other elements has become indispensable to the modern life. അപ്പോൾ കാർബൺ ആരോടെയൊക്കെ കമ്പൈൻ ചെയ്യുന്നുണ്ട്? മെയിൻ ആയിട്ട് ഹൈഡ്രജൻ്റെ കൂടെയാണ്, പിന്നെ ഓക്സിജൻ്റെ കൂടെയും നൈട്രജൻ്റെ കൂടെയും കൂടിയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് മാറ്റി നിർത്താനാവാത്ത രീതിയിൽ നമ്മളുടെ ലൈഫിലേക്ക് പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. The study of the structure, nomenclature and characteristics of numerous such compounds is
ഫാസിനേറ്റിംഗ് അല്ലെ. അപ്പൊ ഈ ഓരോ പല പല സ്ട്രക്ചറും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ എന്താണ് നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ലെറ്റ് us get acquainted with some of this. അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. The structural formula of two hydrocarbons are given below. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ രണ്ട് ഹൈഡ്രോകാർബൺസ് തന്നിട്ടുണ്ട്. ഹൈഡ്രോകാർബൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനും കാർബണും വരുന്ന അല്ലെ. അപ്പൊ ഇവിടെയും ഹൈഡ്രോകാർബൺസ് ആണ്, ഇവിടെയും ഹൈഡ്രോകാർബൺസ് ആണ്. അപ്പൊ ആദ്യത്തേലും രണ്ടാമത്തേലും എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര കാർബൺ ഉണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 അല്ലെ. കാർബൺ എത്രയുണ്ട്? 5 ഉണ്ട്. ഹൈഡ്രജനോ 3ഉം 2 5, 5ഉം 2 7, 7ഉം 2 9, 9ഉം 3ഉം 12 അല്ലെ. അപ്പൊ ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട്? 12 ഉണ്ട്. ഇനി രണ്ടാമത്തേൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 അല്ലെ. രണ്ടാമത്തേലും 5 കാർബൺ ഉണ്ട്. പിന്നെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 3ഉം 6 6 7 8 9 10 11 12 അല്ലെ. ഇവിടെ എത്ര ഹൈഡ്രജൻ തന്നെയാണ് ഉള്ളത്? ഇവിടെയും 12 ഹൈഡ്രജൻ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഈ ആദ്യത്തതിനെയും രണ്ടാമത്തതിനെയും സ്ട്രക്ചർ എന്താണ്? സ്ട്രക്ചർ ഒരുപോലെയാണോ ഉള്ളത്? അല്ല അല്ലെ. സ്ട്രക്ചറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ വിളിക്കുന്ന പേരിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ നോക്കാം. ഇതിനെ എന്താ വിളിക്കുക നോക്ക്. 1 2 3 4 5 5 കാർബൺ ഉള്ള അല്ലെ, സിംഗിൾ ബോണ്ട് ആണുള്ളത്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന് വരും അല്ലെ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന് വരും. 1 2 3 4 5 5 കാർബൺ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? പെന്റെയിൻ എന്നാണ് അല്ലെ. എന്താണ്? പെന്റെയിൻ എന്നാണ് ഇതിനെ വിളിക്കാം. അപ്പൊ ഇവിടെ നോക്ക് 1 2 3 4 5 ഇവിടെ 5 കാർബൺ ഉണ്ട്. പക്ഷെങ്കിൽ എന്താ? നേരെയാണോ ഉള്ളത്? ഇവര് സ്ട്രെയിറ്റ് ആയിട്ടാണോ ഉള്ളത്? അല്ല. ഇവിടെ എന്താണ്? ഈ ഒരു കാർബണിൽ നിന്ന് ഏതോ ഒരാള് ബ്രാഞ്ച് ആയി മാറിയിട്ടുണ്ട് അല്ലെ. നമ്മൾ മരത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. മരം ഒറ്റയടിക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ ആവുന്നതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇവിടുന്ന് പല പല ചില്ലകളായിട്ട് മാറിയിട്ട് ഇങ്ങനെ ആവുകയാണെങ്കിൽ എന്താ? ഇതിനെ നമ്മൾ ബ്രാഞ്ച് എന്ന് വിളിക്കും അല്ലെ. അതേപോലെ തന്നെയാണ് എന്ത്? നമ്മളുടെ ഈ ഹൈഡ്രോ കാർബൺസിലും ഇങ്ങനെ നേരെ പോയി കണ്ട് നിൽക്കുന്ന ആളിൽ ഒരു ബ്രാഞ്ച് വന്നു അല്ലെ. അപ്പൊ ഇയാളും ഇയാളും എന്താ? വേറെ വേറെ ആളാണ്. അപ്പൊ ഇയാൾക്ക് എങ്ങനെയാ പേരിടുക എന്നതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഓക്കെ. So, you are familiar with the formula of hydrocarbon 1 അല്ലെ. ഈ hydrocarbon 1ന്റെ ഫോർമുല നമ്മൾ ഫെമിലിയർ ആണ്. How many carbon atoms are there in this chain? എത്ര കാർബൺ ആറ്റംസ് ആ ഇവിടെ ഉള്ളത്? 5 ആണ് അല്ലെ. What is the word root of this carbon chain? Word root എന്താണ്? പെന്റ് ആണ് അല്ലെ. പെന്റ് ആണ്. Write the IUPAC name of this compound. എന്താണ്? പെന്റെയിൻ ആണ്. എന്താണ്? പെന്റെയിൻ ആണ്. Analyze the structural formula of hydrocarbon 1 and hydrocarbon 2. അപ്പൊ നമ്മൾ രണ്ട് ഹൈഡ്രോകാർബൺ 1ഉം 2 അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ മനസ്സിലായേ? സ്ട്രക്ചറിൽ എന്തൊക്കെയോ വ്യത്യാസം ഉണ്ട് അല്ലെ. What is the molecular formula of these two hydrocarbon? Molecular formula സെയിം തന്നെയാണ്. എന്താണ്? C5H12 അല്ലെ. കാർബൺ 5ഉം ഹൈഡ്രജൻ 12ഉം തന്നെയാണ് രണ്ടിന്റെയും കിട്ടിയിട്ടുള്ളത്. ബട്ട് ഹൗ ഡു ദേ ഡിഫർ ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദി ഹൈഡ്രോകാർബൺ? അപ്പൊ ഹൗ ഡു ദേ ഡിഫർ ഇൻ ദി സ്ട്രക്ചർ ഓഫ് ദി കാർബൺ ചെയിൻ? കാർബൺ ചെയിന്റെ സ്ട്രക്ചറിൽ നിന്ന് എങ്ങനെയാ വ്യത്യാസം വന്നിട്ടുള്ളത്? ആദ്യത്തേത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിരുന്നു അല്ലെ. ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിരുന്നു. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് ഒരു ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ചെയിൻ ആണ്. എന്താണ്? ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ചെയിൻ ആണ്. ഓക്കെ. So നോക്ക്, have a look at the structural formula of another hydrocarbon with the same molecular formula. അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 അല്ലെ. ഇവിടെയും 5 കാർബൺ ആണ് ഉള്ളത്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3ഉം 3ഉം 6ഉം 6ഉം 3ഉം 9ഉം 9ഉം 3ഉം 6 8 9 10 12 അല്ലെ. 12 തന്നെ അല്ലെ. നേരത്തെ അല്ലെ ഹൈഡ്രോകാർബൺ 1 ഹൈഡ്രോകാർബൺ 2ലും C5H12 തന്നെയാ. രണ്ടാമത്തേലും C5H12 തന്നെ. ഇവിടെയും എത്ര തന്നെയാ ഉള്ളത്? കാർബൺ 5 ഉണ്ട്, ഹൈഡ്രജൻ 12 ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാത്തിന്റെയും എന്താണ്? മോളിക്യുലാർ ഫോർമുല അല്ലെ. മോളിക്യുലാർ ഫോർമുല എന്താണ്? സെയിം ആണ്. പക്ഷെങ്കിൽ എന്താണ്? ഇവരെ സ്ട്രക്ചർ സെയിം ആണോ? അല്ല. സ്ട്രക്ചറിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സ്ട്രക്ചറിൽ വ്യത്യാസം വരുമ്പോൾ അവരുടെ പേരിൽ എന്ത് വരും? പേരിലും വ്യത്യാസങ്ങൾ വരും. So it is clear that carbon atoms can form branched compounds. അപ്പൊ നമുക്ക് ഇതിലൂടെ എന്ത് മനസ്സിലാക്കി? കാർബൺ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈനായിട്ട് മാത്രമല്ല പോവാ. കാർബൺ എങ്ങനെയും കൂടി പോകുന്നുണ്ട്, ബ്രാഞ്ച്ഡ് ആയിട്ടും കൂടി മാറുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടം വരെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.